നാദേന്ദ്രിയം രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഉഞ്ഞേരി. അവൻ വീണ്ടും അവൾക്കടുത്തേക്ക് പറ്റിച്ചേർന്നുകൊണ്ട് തന്റെ കണ്ണുകൾ അടച്ചു. കുറുമ്പുകൾ ഏതും കാട്ടാതെ തന്റെ കഴുത്തിടുക്കിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് ഉറങ്ങുന്നവനെ കാണെ അവൾ ഒരു ചിരിയോടെ അവന്റെ നെറുകയിൽ ഒരു ചുംബനം അർപ്പിച്ചു. വന്നിപ്പോ എല്ലാ ദിവസവും എന്റെ കയ്യിൽ നിന്ന് എന്തേലും വാങ്ങിക്കൂട്ടാതെ ഉറങ്ങാൻ പറ്റില്ല എന്നായിട്ടുണ്ട് എന്റെ കുഞ്ഞി തമ്പുരാന്. അവൾ പറയുന്നതിനൊപ്പം ഒരു കൈ കൊണ്ട് അവന്റെ മുടിയിലൂടെ വിരൽ പായിച്ചു. ഇനി മുന്നോട്ട് കുഞ്ഞി തമ്പുരാന്റെ പോക്ക് ഇങ്ങനെയാണിച്ചാ അധികം വൈകാതെ നിങ്ങൾ നടുപടിന്ന് എനിക്ക് തോന്നണേ എന്റെ ചൊറിയൻ ചേനെ. അവളൊരു നെടുവീർപ്പോടെ പറഞ്ഞുകൊണ്ട് അവന്റെ നെറ്റിയിലൊന്ന് അമർത്തി മുത്തി. ഇതെന്ത് ഈ വഴി പോണേ നാഥ, നമുക്ക് മറ്റേ വഴിയല്ലേ പോവേണ്ടിയിരുന്നത്? വണ്ടി അമ്പലത്തിലേക്കുള്ള വഴി തിരിച്ചതും അവൾ അവനോട് ചോദിച്ചു. ഒരു വഴിക്ക് പോകുന്നല്ലേടി കുഞ്ഞമ്മണി, ദേവിയെ കണ്ടൊന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവാന്നേ. അവൻ അവളെ നോക്കാതെ ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചു. അവന്റെ ആ ചിരിയും സംസാരവുമെല്ലാം അവളുടെ നെറ്റിയിൽ ചുളികൾ വീഴ്ത്തിയതും അവൾ അവനരികിലിരുന്ന രുദ്രനെ നോക്കി. അവളുടെ നോട്ടം കണ്ടതും അവൻ വേഗം എനിക്കൊന്നും അറിയില്ലെന്നവൾ കൈമലത്തി കാണിച്ചു. അമ്പലമുറ്റത്ത് വണ്ടി നിർത്തിയിറങ്ങിയതും കണ്ടു തങ്ങൾക്കരികിലേക്ക് രണ്ട് മാലയും പിടിച്ച് നടന്നു വരുന്ന രാഹുലിനെ. അവന്റെ ആ വരവ് കണ്ടതും കാര്യം എന്തെന്ന് മനസ്സിലായതുപോലെ അവളുടെ നോട്ടം തനിക്കരികിലേക്ക് നിൽക്കുന്നവരിലേക്ക് വീണു. ദേ, അന്നത്തെ ആ 4 പവൻ തികച്ചുകൊണ്ട് നമുക്കിതൊന്ന് ഈ കഴുത്തിൽ കുരുക്കിയിട്ട് വേഗം പോവാടി യക്ഷിക്കുഞ്ഞേ. അവൻ പോക്കറ്റിൽ നിന്നൊരു പൊതിയെടുത്ത് അതിൽ നിന്നൊരു സ്വർണ്ണമാല അവൾക്ക് നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ ചൊടികളൊന്ന് വിടരുന്നതിനൊപ്പം കണ്ണുകുറുക്കി അവന് നേർക്ക് നോക്കുക കൂടി ചെയ്തു. എന്റെ പൊന്നു മോനെ, ഈ വെളുപ്പാങ്കാലത്ത് ഈ താമരമാല ഒപ്പിക്കാൻ ഞാൻ ഓടിയ ഓട്ടം എവിടെയും കിട്ടാനായിട്ട് 10 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ആ സരസ്വതി അമ്പലത്തിൽ പോയിട്ടാ ഞാൻ സാധനം ഒപ്പിച്ചത്. തങ്ങൾക്കരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നവനെ കാണെ രുദ്രൻ അവന്റെ കയ്യിൽ നിന്ന് ആ മാല 2 വാങ്ങിപ്പിടിച്ചു. 2 തുളസിമാല പോരായിരുന്നോ? അപ്പൊ ഇങ്ങനെ കിടന്ന് ഓടേണ്ടി വരുമായിരുന്നോ? ഇന്ദ്രൻ അവനെ നോക്കി ചോദിച്ചു. ഓ, അതൊന്നും തമ്പുരാനും പറ്റൂല പോലും. അവന് കെട്ടിയെടുക്കണേ താമരമാല തന്നെ വേണമെന്ന് പറഞ്ഞു ഒറ്റക്കാലം നിന്നാ പിന്നെ എന്ത് ചെയ്യാനാ? ഒരു നല്ല കാര്യത്തിനായി പോയി, ഇല്ലാതെങ്കിൽ ഞാൻ എന്റെ പാട്ടി അങ്ങ് പോയനെ. അവൻ മേഘനെ ഒന്ന് കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് പറഞ്ഞു നിർത്തി. മുത്തച്ഛൻ എവിടെയാടാ? അവന്റെ സംസാരം പാടാ അവഗണിച്ചുകൊണ്ട് മേഘൻ ചോദിച്ചു. അകത്താ തിരുമേനിയുടെ ചെവി ഇന്ത്യ നിൽക്കുന്നുണ്ട്, രാഹുവിനോട് പറഞ്ഞു. എന്നാ പിന്നെ നിന്ന് കാലിഴക്കാതെ പോയേക്കാം, വെറുതെ ഉള്ള സമയം കളയണ്ട. ഇത് കഴിഞ്ഞിട്ട് അങ്ങ് വരെ ഓടിയെത്താനുള്ളതാ. മേഘൻ അവരോട് പറഞ്ഞുകൊണ്ട് ബുയിയുടെ കൈയും പിടിച്ച് മുന്നേ നടന്നു. എന്നാലും എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ നോക്കുന്നില്ലടാ. കെട്ടാ മുട്ടിയ പോലെ അവിടെ കയ്യും പിടിച്ചോടുന്ന നിന്റെ ആ ഏട്ടനെ കുറച്ചൊന്നല്ല മോനെ ആ പെണ്ണ് അവിടെ പുറകെ നടത്തി വരച്ചത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ ആ സ്വഭാവം വെച്ച് ആലറിൽ വീരിലും കെട്ടാൻ സമ്മതിച്ചതിന് അത്ഭുത. അമ്മാതിരി ചോറിച്ചില്ലായിരുന്നില്ല നിന്റെ ഏട്ടനെ അവളെ കാണുമ്പോ. എന്നിട്ടിപ്പോ 2 കൂടി പോകും നോക്ക്. രാഹു തങ്ങൾക്ക് മുന്നിലൂടെ പരസ്പരം എന്തൊക്കെയോ ചിരിച്ച് സംസാരിച്ചുകൊണ്ട് പടികൾ കയറുന്നവരെ നോക്കി പറഞ്ഞു. സത്യം, പിന്നെ ചൊറിച്ചിലിന്റെ കാര്യം പറയാണെച്ചാ അളവിലേശം കുറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് മാറ്റൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. രുദ്രനൊന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാലും ഈ പൊട്ടനിൽ ലോട്ടറി അടിക്കാന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. നാടെ ഇപ്പൊ നേരി കാണുകയും കൂടി ചെയ്തു. ബൂട്ടാ ലോട്ടറിയല്ല ചങ്കരനെ അടിച്ചത്. രാവ് പറഞ്ഞു നിർത്തിയതും രുദ്രൻ അവന്റെ പുറത്തേക്ക് തന്നെ ഒന്ന് കൊടുത്തു. ആരാടാ പൊട്ടൻ? എന്റെ ഏട്ടൻ പൊട്ടനായിരുന്നില്ലേ എന്റെ ഏടത്തിപ്പോ ആ കയ്യിലും തൂങ്ങി നടക്കില്ലായിരുന്നു. അവൻ വിട്ടുകൊടുക്കാൻ പാവില്ല പറഞ്ഞു. ഓ, വലിയ കാര്യമായി പോയി. രാവ് പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയത് പടികൾ ഇറങ്ങി വരുന്ന രേവുവിന്റെ മുഖത്തേക്കാണ്. ദേവി തേടിയോളി കണ്ണിപ്പെട്ടു. ഇതൊന്ന് പിടിച്ചേടാ, ഞാനെന്ന് അവളോട് കുശലം പറഞ്ഞിട്ട് ഓടി വരാം. അവൻ കയ്യിലെ ബൊക്കെ രുദ്രൻ നീട്ടിക്കൊണ്ട് അവളിൽ നിന്ന് ദൃഷ്ടി മാറ്റാതെ പറഞ്ഞു. താനങ്ങ് പിടിച്ചേച്ചാലും മതി, ഞാൻ പോണ്. അവൻ പറഞ്ഞുകൊണ്ട് പടികൾ ഓടിക്കയറി. ഇതെന്താ രാവിലെ ബൊക്കെയൊക്കെ ആയിട്ട് ആരുടെ കല്യാണ? അവൾ തനിക്കരികിലെത്തിയവനെ നോക്കി ചിരിയോടെ തിരക്കി. ഓ, മേഘന്റെ ആണെന്നേ. പിന്നെ എന്റെ ദൈവൊന്ന് മനസ്സ് വെച്ച വേണേ നമുക്കിതിന്റെ കൂട്ടത്തിൽ അങ്ങ് കെട്ടാട്ടോ. രാവിലേട്ടിന് 101 വട്ടം സമ്മത. ഓ, വേണ്ടാത്തണ്ട. അവൾ പറഞ്ഞോട് നടന്നു നീങ്ങിയതും അവൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ അവനെ നോക്കി ചിരി ഒതുക്കിക്കൊണ്ട് അവൾക്ക് പുറകെ പോയി. അധികം നിന്ന് നാറുന്നതിന് പോലെ കയറുവട. അവന് പുറകെ നീലിയുമായി നടന്നു വന്ന ഇന്ദ്രൻ അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞുകൊണ്ട് നീലിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി പിടിച്ച് ഓരോ പടികളായി മുകളിലേക്ക് കയറി. നേരത്തെ ഓരോന്നിനെ കെട്ടിയെടുത്ത അങ്കാരവനൊക്കെ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ എന്റെ കഷ്ടപ്പാട് പോലെ ഇവനൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അവനൊന്ന് ചുണ്ടുകൊട്ടി പറഞ്ഞുകൊണ്ട് ഓരോ പടികളായി മുകളിലേക്ക് കയറി. കുറച്ച് ഗ്ലാമർ ഉണ്ടായതുകൊണ്ട് അവനൊക്കെ രക്ഷപ്പെട്ടു. ഇല്ലായിരുന്നെങ്കിൽ എന്നെ പോലെ നിന്ന് ചീഞ്ഞവനൊക്കെ അലവലാദികള്. ഇതെന്താടോ ഒറ്റക്ക് വർത്താനം പറഞ്ഞുകൊണ്ട് വരുന്നത്? ചുറ്റമ്പലത്തിനകത്തേക്ക് കയറാനൊരുങ്ങിയതും ഒരു വൃദ്ധൻ അവനോട് തിരക്കി. നല്ലൊരു പെൺകൊച്ചിനെ തന്ന എന്റെ ജീവിതം രക്ഷിക്കാൻ ഞാൻ ദേവിയോട് പ്രാർത്ഥിച്ചതാ എന്റെ കാർന്നോരെ. അവനെ അയാളോട് പറഞ്ഞുകൊണ്ട് അല്പം കുഞ്ഞകത്തേക്ക് കയറി. ദാ, ദേവിയെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ചത് ഈ താലിമോളുടെ കഴുത്തിലേക്ക് കെട്ടിക്കോളൂ ഉണ്ണി. ചന്ദ്രാസൻ വെച്ച് നീട്ടിയ താലിമാല കയ്യിലേക്ക് വാങ്ങി ഒരു നിമിഷം നെഞ്ചോടടുപ്പിച്ച് പ്രാർത്ഥിച്ച ശേഷം അവനത് അവിടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് കൊളത്തിട്ടു. 4 ഭാഗം തേച്ചുണ്ട്. കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കിയേക്കണടി ബൊമ്പി.
മാലയുടെ കൊളുത്ത് മുറുക്കുന്നതിനിടെ അവൻ അവളോട് പിറുപിറുത്തും അവളവനെ ഒന്ന് കണ്ണ് കൂർപ്പിച്ച് നോക്കി. ഇങ്ങനെ നോക്കിയാ എന്നെ കൊണ്ട് നീ കണ്ട കടുങ്കൈ മൊത്തം ചെയ്യിച്ചത്. അവൻ പറയുന്നതിനൊപ്പം തിരുമേനി വെച്ച് നീട്ടിയ താരത്തിൽ നിന്ന് അല്പം സിന്ദൂരം എടുത്ത് അവളുടെ സിന്ദൂര രേഖ ചുവപ്പിച്ചു. ഇനി ആരെങ്കിലും പരസ്പരം അണിയിച്ച ശേഷം ഒന്ന് വലം വെച്ച് നടന്നോളൂ. അയാൾ പറഞ്ഞതും അവരിരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാല മാറ്റി. ശേഷം അയാൾ പറഞ്ഞ പ്രകാരം അവനവളുടെ കൈയും പിടിച്ച് മുന്നേ നടന്നു. ഇനി എനിക്കെന്നാണാവോ ഇതുപോലൊക്കെ നടക്കാനുള്ള ഭാഗ്യം കിട്ടുക. ദുർഗയുടെ കൈയും പിടിച്ച് വലം വയ്ക്കുന്ന മേഘനെ നോക്കി ഒരു നെടുവീർപ്പോടെ രുദ്രൻ പറഞ്ഞു. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കട സ്ഥിരപ്പെട്ടി. ഇനി ആരെ കെട്ടിയെടുക്കാനാണെങ്കിലും അത് എന്റെ കെട്ട് കഴിഞ്ഞിട്ട് മതി. അവന്റെ ആ സംസാരങ്ങൾക്ക് ചുണ്ടുകൊട്ടിക്കൊണ്ട് രാഹു പറഞ്ഞു. അതിനെനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. രുദ്രൻ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് അവിടെ നടന്നു നീങ്ങി. എന്റെ ദേവി, ആ പോയവന്റെ വാക്കും കേട്ട് എന്റെ കാര്യം ഇനി അവതാളത്തിലാക്കല്ലേ. വയസ്സ് 28ആയി, ഒന്ന് പരിഗണിച്ചേക്കണേ. അവൻ മുന്നിലെ വിഗ്രഹങ്ങളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങേണ്ടി തീരുമാനി. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ മേഘൻ അയാൾ നോക്കി ചോദിച്ചു. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, അദ്ദേഹം പറഞ്ഞു. അവരിരുവരും ചേർന്ന് അദ്ദേഹത്തിന്റെ കാലിൽ വീണ അനുഗ്രഹം വാങ്ങി. നന്നായി വരും. അയാൾ അവരിരുവരുടെയും നെറുകിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അല്പനേരം അദ്ദേഹത്തിനോട് സംസാരിച്ചെന്ന ശേഷം അവരെല്ലാവരും അവിടെ നിന്ന് തിരികെ നടന്നു. എന്നാ ഇനി വൈകിക്കുന്നില്ല, ഞാൻ പോട്ടടാ ഉണ്ണി. ചന്ദ്രഹാസൻ തന്റെ കാറിലേക്കായിരുന്നതിന് മുന്നേ അവന്റെ തോൾ കൈവച്ചിട്ട് ചോദിച്ചു. അവനയാളൊന്ന് പുണർന്നു. എല്ലാവരും കൂടി ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങി. അയാൾ അവരെല്ലാവരെയും നോക്കി പറഞ്ഞു. ആ കൊച്ചിനെ അധികട്ട് പേടിപ്പിക്കാതെ ഒരു മയത്തിലൊക്കെ അതിനോട് ചാടനേടാ ചേർക്ക. അതേ ഇന്ദ്രനെ നോക്കി പറഞ്ഞു. അവൻ തനിക്കരികിൽ നിൽക്കുന്നവളെ തലയിരിച്ച് നോക്കി. ആളൊന്ന് പരിങ്ങി കളിക്കുന്നവളെ കണ്ടതും അവന്റെ ചുണ്ടുകളൊന്ന് വിടരാൻ വെമ്പി. നിന്നോട് കൂടിയാ ഇനി നിന്റെ ചോർച്ചിലൊന്നും ആ കൊച്ചിന്റെ നേർക്ക് ഇറക്കാൻ നിൽക്കണ്ടെന്ന്. മേഘന ഒരു അരസഭാഗത്തിൽ പറഞ്ഞുകൊണ്ട് അയാൾക്ക് കയറാനെന്നവൾ കാറിന്റെ ഡോർ തുറന്നു പിടിച്ചു. മുത്തശ്ശന്റെ കൂടെ പോരടാ കണ്ട. അയാൾ അകത്തേക്കായിരുന്നു. പിന്നെ രുദ്രൻ നോക്കി പറഞ്ഞു. ഞാൻ പിന്നെ ഏട്ടനൊപ്പം വരാം, ഇപ്പൊ അപ്പൂന്നാണെങ്കിൽ ചെന്നാട്ടെ. അവൻ അയാളെ നോക്കി ഒരു ചിരിയോടെ പറഞ്ഞു. അവൻ നോക്കിയത് ചുണ്ടി ഉളുക്കി നോക്കിക്കൊണ്ട് അയാൾ അതിനകത്തേക്ക് കയറി. ആത്മജ ചേട്ടാ, ഈ ആത്മാവിനെ ഇതേ രൂപത്തിൽ ഭദ്രമായിട്ട് ചന്ദ്രഗിരിക്ക് എത്തിച്ചേക്കണേ. മേഘന ഡോർ വലിച്ചടച്ചുകൊണ്ട് ആ ഡ്രൈവർ നോക്കി പറഞ്ഞു. അത് ഞാൻ ഏറ്റുകുഞ്ഞേ. അയാൾ പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ശരി, ജീവനോടുണ്ടെങ്കിൽ അടുത്തവരെ കാണാ പൂപ്പന്താടി. മുന്നോട്ട് നീങ്ങി തുടങ്ങിയ വണ്ടിയിലേക്ക് നോക്കി രുദ്രൻ വിളിച്ചു പറഞ്ഞു. ചന്ദ്രശേഖർ തല പുറത്തേക്ക് ഇട്ടുകൊണ്ട് അവനെ ആട്ടി. അങ്ങനെ ആ സങ്കടം മാറി കിട്ടി. വായട്ടാ, ഇന്ന് നമുക്കങ്ങ് പോവാം. രുദ്രൻ പറഞ്ഞുകൊണ്ട് വണ്ടി ലക്ഷ്യം വെച്ച് നടന്നു നീങ്ങി. അപ്പൊ ശരി, എന്നാ ഞങ്ങളങ്ങ് ഇറങ്ങിക്കുക. മേഘൻ രാഹുലിനെ നോക്കി പറഞ്ഞു. വേഗം വന്നേക്കടാ പൊന്നുണ്ണി. ഈ കണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ എന്റെ പടലിലേക്ക് വെച്ചിട്ടാകുമ്പോ പോകുന്നെന്ന് ഓർമ്മ എപ്പോഴും വേണം, മനസ്സിലായല്ലോ. വേറെ എന്ത് കാര്യം മറന്നാലും ഞാൻ ആ ഒരു കാര്യം മറക്കില്ലടാ മോനെ രാഹുല. അതുകൊണ്ട് നീ പേടിക്കണ്ട, ഞാൻ അധികം വൈകാതെ തന്നെ തിരികെ വരും. ആ രാഹുലിന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പൊ ഈ യാത്ര അവസാനിക്കുന്നതോടെ 2 തമ്പുരാക്കന്മാരും തെക്ക് വടക്ക് പിരിയാണല്ലേ? അതവൻ ചോദിച്ച ഇന്ദ്രനെ നോക്കിയാണ്. അങ്ങനെയും പറയാം. ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് ഉടുത്തിരുന്ന മുണ്ടൊന്ന് മടക്കി കുത്തി. നടന്നു തന്നെ. നിന്നെ ഇപ്പൊ ഞാൻ വടക്കോട്ട് പാഴ്സൽ ചെയ്യടാ വിടക്കേ. അവന്റെ ആ പറച്ചിൽ കേട്ടതും മേഘന ആരോടുന്നില്ലാതെ മുറിവുറുത്തു. എന്താ? അവന്റെ ആ മുറിവുറുക്കൽ കേൾക്കെ ഇന്ദ്രൻ ചോദിച്ചു. അധികം നിന്ന് അളിയാതെ വരാൻ നോക്കണ ദേവേന്ദ്ര. ചെന്നിട്ട് ഇനി എന്തൊക്കെ പണികളുള്ളതാ. വാടി ഫാരി, നമുക്ക് പോവാ. അവനവിടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് വണ്ടിക്കടുത്തേക്ക് നീങ്ങി. നിന്നെ ഈ കോലത്തിൽ ഇങ്ങനെ കണ്ടിട്ടേ എനിക്കൊന്ന് സ്നേഹിച്ചാൽ കൊള്ളാന്നൊക്കെ തോന്നുന്നുണ്ടടി മമ്മി. അവൻ അവൾക്കൊപ്പം നടന്നു നീങ്ങുന്നിടയിൽ ഒരു താളത്തിൽ പറഞ്ഞു. എന്നാലേ തൽക്കാലം അതൊരു തോന്നലായി തന്നെ ഇരുന്നോട്ടെ കേട്ടോ. ആളവന്റെ വയറിനിട്ടൊന്ന് തായിക്കൊണ്ട് ബാക്ക് സീറ്റിൽ ഡോർ തുറന്ന് വണ്ടിക്കകത്തേക്ക് കയറി. ഇന്നത്തോടെ എല്ലാത്തിനൊരു തീരുമാനം ഞാൻ കാണുടി കുഞ്ഞമ്മിണി. അവന് അതേ കള്ളിച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഒരു മൂളിപ്പാട്ടും പാടി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. മര്യാദക്കായിരുന്നെങ്കിൽ ഈ നേരം നമ്മളിപ്പോ ഒറ്റപ്പാടിയിലായിരുന്നേനെ. ആ ഒറ്റൊരുത്തനാ എന്റെ സകല പ്ലാനിങ്ങും തകിടം മറിച്ചത്. ഇന്ദ്രൻ വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് പറഞ്ഞു. ഒരു നല്ല കാര്യത്തിനല്ലേ ഇന്ദ്രേട്ടാ? അവന്റെ ആ സംസാരം കേട്ടതും അവൾ പറഞ്ഞു. ഈ ഒരു ശുഷ്കാന്തി നീ അവിടെ എന്റെ ഒപ്പുള്ളപ്പോ കാണിച്ചില്ലെങ്കിലേ പൊന്നുമോളെ നങ്ങിയില്ലേ. ഇന്നലെ കണ്ട ഇന്ദ്രനെ ആയിരിക്കില്ല നീ ഇനി കാണാൻ പോകുന്നത്. അവൻ പറഞ്ഞുകൊണ്ടൊന്ന് മീശി വിരിച്ചു. അയ്യേ ഇന്ദ്രേട്ടൻ, ആൾ അവനെ നോക്കി ദയനീയമായി പറഞ്ഞു. ഈ അയ്യേ പറച്ചിലൊന്നും ഞാൻ ഇന്നലെ കേട്ടില്ലല്ലോ. അവൻ അവളെ നോക്കാതെ വന്ന് ചിരി ഒതുക്കിക്കൊണ്ടൊരു താളത്തിൽ പറഞ്ഞു. അവൾ അവനെ ദയനീയമായി നോക്കി. നോട്ടൊക്കെ കഴിഞ്ഞു മോളെ, ഇനി ഫുൾ ആക്ഷനാ. അവൻ പറഞ്ഞുകൊണ്ട് കാല ആക്സിലേറ്ററിൽ അമർത്തി.
അവരവിടെ എത്തുമ്പോൾ സമയം ഉച്ച കഴിഞ്ഞിരുന്നു. മുറ്റത്തേക്ക് വണ്ടി കടന്നും അവരെ വരവേറ്റ പുരാതനമായൊരു തറവാടിന്റെ പ്രൗഢിയും പെരുമയും വിളിച്ചോതുന്ന പോലെ ഉയർന്നു നിൽക്കുന്ന ഇളവത്തൂർ കോവിലകമാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടായിരുന്ന മനയുടെ ഓടിട്ട മേൽക്കൂരകളിൽ കാലപ്പഴക്കത്തിന്റെ പായലും തണലും ഉണ്ടായിരുന്നു. നാലുപുറവും ചാരുപടിയിട്ട നീണ്ട വരാന്തകൾ, തടിയിൽ കൊത്തുപണികൾ ചെയ്ത ജനലുകളും ബാൽക്കണികളും ആ വലിയ വീടിനൊരു രാജകീയ ഭംഗി നൽകിയിരുന്നു. പ്രധാന വാതിലിന് മുന്നിലായി ചുവന്ന കല്ലുകൊണ്ട് കെട്ടിയ ഒരു കിണർ പോലുള്ള തറയും അതിൽ സ്ഥാപിച്ച തൂണും കാണാം. ഒരുപക്ഷെ തുളസിത്തറയോ അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന സ്ഥാനമോ ആവാമത്. അതിനടുത്ത് നല്ല പച്ചപ്പുള്ള പുൽത്തകിടി ഭംഗിയായി പരിപാലിച്ചിരുന്നു. അതിരുകളിൽ ഇഷ്ടികകൾ പാകി ഭംഗിയാക്കിയ ചെടിച്ചട്ടികളിൽ പലതരം പൂച്ചെടികൾ തലയാട്ടി നിന്നു. പുൽത്തകിടി കഴിഞ്ഞാൽ പിന്നെ വിശാലമായ മുറ്റമാണ്. വീടിന്റെ ചുറ്റും ഉയർന്നിൽക്കുന്ന തെങ്ങുകളും മറ്റു മരങ്ങളും ആ പ്രദേശത്തിന് കുളിർമയും ഏകാന്തതയും നൽകി. തനിക്ക് മുന്നിൽ കാണുന്ന വീടിന്റെ ഓരോ കോണിലും പഴമയുടെ മണം ഇപ്പോഴും കെട്ടുപോവാ തങ്ങി നിൽക്കുന്നുണ്ടെന്ന് മേഘന് തോന്നി. അപ്പൊ ഇതാണ് ഏടത്തിയുടെ കൊട്ടാരം. തനിക്ക് മുന്നിൽ കാണുന്ന കോവിലത്തിൽ നിന്ന് കണ്ണു മാറ്റാതെ രുദ്രൻ പറഞ്ഞു. അങ്ങനെയും പറയാം. ആളൊരു ചിരിയോടെ മറുപടി നൽകിക്കൊണ്ട് നീലയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ വാങ്ങിപ്പിടിച്ചു. ആ, നിങ്ങളെത്താൻ വൈകിയോ പിള്ളേരെ? മുൻവാതിൽ തുറന്ന് ഓരോ പടികളായി താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടുള്ള മാഷച്ചന്റെ ചോദ്യം കേട്ടതും ഭൂവി ഒരു ചിരിയോടെ അയാൾക്കടുത്തേക്ക് തിടുക്കത്തിൽ നടന്നു. അതാരാ? ഏടത്തിയുടെ മുത്തച്ഛനാണോ? കണ്ടിട്ട് അത്ര പ്രായമൊന്നുമില്ലല്ലോ. രുദ്രൻ മേഘനടുത്തേക്ക് നീങ്ങിക്കൊണ്ട് അടക്കം പറഞ്ഞു. മിണ്ടായിരിക്കടാ. മേഘൻ പറഞ്ഞുകൊണ്ട് അവർക്കടുത്തേക്ക് നടന്നു നീങ്ങി. എനിക്കറിയായിരുന്നു നീ പറഞ്ഞ പോലെ തന്നെ പ്രവർത്തിക്കുമെന്ന്. അയാൾ അവിടെ കയ്യിലും തന്നെ ഉറ്റുനോക്കുന്ന കുഞ്ഞിപ്പെണ്ണിന്റെ തലയിലൂടെ വാത്സല്യത്തോടെ വിരലോടിച്ചുകൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു. അപ്പൂപ്പനെ മനസ്സിലായോടി വേണ്ടേ നിനക്ക്? ഒരപ്പൂപ്പനാണ് കേട്ടോ, എന്റെ കുഞ്ഞിന്റെ അപ്പൂപ്പൻ. അയാൾ തന്നിൽ തന്നെ മിഴികൾ പതിപ്പിച്ചു വെച്ചുകൊണ്ട് തന്നെ നോക്കുന്ന കുഞ്ഞിന്റെ കവിളിൽ തഴുകുന്നതിനൊപ്പം ഒന്ന് മുത്തി. അരിക്കുഞ്ഞിനെ വാർത്തു വെച്ചിരിക്കണ പോലെയുണ്ട്. അയാൾ തന്റെ ചുളിവുകൾ വീണ കൈകളാൽ കുഞ്ഞിന്റെ കവിളുകളെ താലോലിച്ചുകൊണ്ട് നിറകണ്ണുകളോടൊന്ന് പുഞ്ചിരിച്ചതും ആ കണ്ണുനീര് അവളുടെ മിഴികളിൽ നീറ്റിൽ പടർത്തുന്നതിനൊപ്പം കണ്ണുകൾ തെക്കേ തൊടിയിലേക്കൊന്ന് എത്തി നോക്കിപ്പോയി. ഇതെന്താ ഇവിടെ ഇങ്ങനെ നിൽക്കാനാണോടി ഭാര്യയെ? നീ ഞങ്ങളെയും കൂട്ടി ഓടിപ്പിടിച്ചിങ്ങ് വന്ന്? അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നാഥന്റെ ചോദ്യമാണ് ആളുടെ കണ്ണുകൾ അവിടെ നിന്ന് പിന്തിരിപ്പിച്ച്. ഈ കുട്ടിയാണോ? തനിക്ക് മുന്നിൽ അത്രയും അധികാരത്തോടെ അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നവന് നേർക്ക് ഒരു സംശയത്തിന്റെ ആവരണത്തോടെ വിരൽ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചതും ആൾ നിറച്ചിരിയോടെ അതേ എന്നവൾ തലയാട്ടി. മേഘനാഥൻ, മഹേശ്വര മേഘനാഥൻ. അവനെ ആളെ നോക്കി അതേ ചിരിയോടെ പറഞ്ഞു. ആ, കുട്ടി ഫോൺ വിളിച്ചപ്പോ പറഞ്ഞിരുന്നേ, ഒത്തിരി കേട്ടിട്ടുണ്ട് ചന്ദ്രമംഗലത്തുള്ളവരെ കുറിച്ച്. അയാൾ ഒരു ചിരിയോട് അവനോട് പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയത് രുദ്രനൊപ്പം നിൽക്കുന്ന ഇന്ദ്രന്റെയും നീലയുടെയും നേർക്കാണ്. ഈ കുട്ടികളൊക്കെ ഇതെന്താണ് ഈ രുദ്രനാഥൻ? ഇത് അവൻ പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ നോക്കി. ആള് പക്ഷേ നോട്ടം മൊത്തം ആശിച്ചിൽ പതിപ്പിച്ചുകൊണ്ടാണ് നിൽപ്പത്രയെന്ന് കാണാൻ അവനിലൊരു കള്ളച്ചിരി വിരിഞ്ഞു. ഇത് ഇന്ദ്രൻ, ലക്ഷ്മണ ജിതേന്ദ്രൻ, നാൽപ്പാട്ട് കോവിലത്തെ ഇളമുറത്തമ്പുരാനാ. വകയിലിന്റെ ഒരു പരിചയക്കാരനായിട്ട് വരും. അവനൊരു കള്ളച്ചിരിയോടെ പറഞ്ഞു നിർത്തിയതും ഇന്ദ്രൻ അവനെ ഒന്ന് കണ്ണുകൂർപ്പിച്ച് നോക്കി. പിന്നെ ഇത് അവന്റെ സഹധർമ്മിണി നീലിമ. അവൻ പറഞ്ഞു നിർത്തിയതും മാഷച്ചന്റെ കണ്ണുകളൊന്നും മിഴിഞ്ഞു. ഉവ്വോ, ധാത്രിക്കുട്ടിയുടെ ഏട്ടനാണോ? അയാൾ അതേ ഭാഗത്തിൽ അവർ നോക്കി ചോദിച്ചു. ഇന്ദ്രനൊന്ന് ചിരിച്ചു. ഒരു യുദ്ധം കണക്കാക്കി അവിടേക്ക് പോയിട്ട് അവസാനം അവിടെയുള്ള ഒരു ലോയും കൂടി തിരികെ വന്നാൽ ആരായാലും കണ്ണുപിടിക്കില്ലേ? മോശം പറയാന്ന് കരുതല്ലേ കുഞ്ഞെ. ഭൂവിമോൾ അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോ തൊട്ട് എന്റെ പ്രധാന ആദി കുഞ്ഞിന്റെ ഇല്ലക്കാരെ കുറിച്ചായിരുന്നു. അത്രയുണ്ടേ കേട്ടറിവേ. കേട്ടത് അത്ര നല്ല കാര്യങ്ങളൊന്നും ആയിരുന്നില്ല. അയാളൊരു ചളിപ്പോടെ ഇന്ദ്രൻ നോയി പറഞ്ഞു നിർത്തുമ്പോൾ അവനിലത് യാതൊരുവിധ ചലനങ്ങളും സൃഷ്ടിച്ചില്ലെന്ന് വേണം പറയാൻ. ഇതിലിപ്പോ മോശം വിചാരിക്കാനും മാത്രം ഒന്നുമില്ല മാഷച്ച. നന്മ പറയാനും മാത്രം ഒന്നും അവിടെ ഇല്ലാന്ന് തന്നെ കൂട്ടിക്കോ. പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു തരി നന്മതേ ഞങ്ങൾക്കൊപ്പം ഇങ്ങ് പോന്നിട്ടുണ്ട്. മേഘനൊരു ചിരിയോടെ ഇന്ദ്രൻ കാണിച്ച് പറഞ്ഞു നിർത്തിയതും അയാളുടെ ചുണ്ടുകളൊന്ന് വിടർന്നു. കുഞ്ഞ് നല്ല സംസാരപ്രിയനാണെന്ന് തോന്നുന്നു, അയാൾ മേഘന നോക്കി പറഞ്ഞു. ഓവ്, പക്ഷെ വാ തുറക്കുന്നതിന് ബാക്കിയുള്ളവരുടെ ചെവി ചൊറിയാനാണെന്നേ ഉള്ളൂ. ഇന്ദ്ര ആരോടുന്നില്ല പറഞ്ഞു. നീല അവന്റെ കയ്യിലൊരു നുള്ളു വെച്ചു കൊടുത്തു. ആഹാ, കൂട്ടുകാരനും മോശമല്ലല്ലോ, അയാളൊരു ചിരിയോടെ പറഞ്ഞു. ഇയാളൊന്നും മിണ്ടില്ലേ? ഇത്ര നേരമായിട്ട് ഒന്നും മിണ്ടാൽക്കുന്ന രുദ്രനെ നോക്കിയാണ് ആ ചോദ്യം. എനിക്ക് അർജന്റായിട്ടൊന്ന് ബാത്റൂം പോണായിരുന്നു, അതാണ് അവന്റെ വായിൽ നിന്ന് ആദ്യം തന്നെ വീണ്. അയ്യോ, സംസാരിച്ച് നിങ്ങളെ ഞാൻ ഇവിടെ തന്നെ നിർത്തി. എല്ലാവരും അകത്തേക്കും ആയോ? അയാൾ പറഞ്ഞുകൊണ്ട് തിരികെ പടികൾ കയറി. രാമു, കുട്ടികളുടെ പെട്ടിയും സാധനങ്ങളൊക്കെ അകത്തേക്ക് എടുത്തോളൂ. ഞാൻ ഇങ്ങോട്ട് അധികം വരാറില്ല. ഭുവിമോള് പോയതി പിന്നെ വല്ലപ്പോഴും വന്നു എന്ന് കരുതി ഇവിടുത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ. ഞാനില്ലാന്നേ ഉള്ളൂ, പണിക്കാരൊക്കെ ഇവിടെ തന്നെ കാണും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വൃത്തിയിൽ കിടക്കുന്നതേ.
അയാൾ അകത്തെ സോഫ സെറ്റിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു, ദേ ആ കാണുന്ന മുറിയിലെ ബാത്റൂം സൗകര്യമുണ്ട്, അങ്ങോട്ട് പോയിക്കോളൂ കുട്ടി. അയാൾ വടക്ക് വശത്ത് കോണിപ്പടിയോട് ചേർന്നുള്ള ഒരു മുറി ചൂണ്ടി പറഞ്ഞു. രുദ്രൻ അവിടേക്ക് പാഞ്ഞിരുന്നു. പാവം. അവന്റെ ആ ഓട്ടം നോക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും കൂടി ചെല്ലട്ടെ മാഷച്ച? അവളെ അയാളോട് പറഞ്ഞു, ആ ചെല്ലു കുട്ടി, എല്ലാവരും ചെന്നൊന്ന് വിശ്രമിച്ചിട്ടൊക്കെ വാ, അപ്പോഴേക്കും ഞാൻ ചായ എടുക്കാം. അയാൾ അവരെ നാലുപേരെയും നോക്കി പറഞ്ഞു. വാ. ഭുവീന്ദ്രനെയും നീലിയെയും വിളിച്ച് മുകളിലേക്കുള്ള പടികൾ കയറി. ഈ മുറി പോരെ നോക്കിയിട്ട് പറയൂട്ടോ. ഗൗണി അവസാനിക്കുന്നിടത്ത് നിന്ന് വലതുവശത്ത് കാണുന്ന ഇടനാഴിയുടെ അറ്റമെത്തി നിൽക്കുന്നിടത്ത് കാണുന്ന മുറിയുടെ വാതിൽ മലർക്കെ തുറന്നുകൊണ്ട് അവൾ നീലിയോടായി പറഞ്ഞതും അവളുടെ കണ്ണുകൾ ആ മുറിക്ക് ആകമാനൊന്ന് കറങ്ങി നിന്നു. ഇത് മതിയേച്ചി, അവൾ ഇന്ദ്രനെയും നോക്കിക്കൊണ്ട് ഭൂവിയോടായി പറഞ്ഞതും. ബാത്റൂം സൗകര്യം ഇതിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും അസൗകര്യം തോന്നണേനോട് പറയണം. ദേ ഇവിടെ നേരെ നടന്ന രണ്ടാമത്തെ ഇടനാഴിയിലേക്ക് തിരിയുമ്പോൾ കാണുന്ന ആദ്യത്തെ മുറിയാണ് ഞങ്ങളുടേത്. പറയാം. അവൾ അതേ ചിരിയോടെ പറഞ്ഞു. അവരിരുവരും അവിടുന്ന് നടന്നു നീങ്ങി. നല്ല മുറി അല്ല ഇന്ദ്രേട്ടാ? മുറിക്കുള്ളിലെ ചെറിയ കിളിവാതിൽ തുറന്ന് പുറത്തെ കാഴ്ചയിലേക്ക് കണ്ണു നട്ടുകൊണ്ടാണ് അവളുടെ പറച്ചിൽ. നിനക്കിഷ്ടായോ? അവൻ അവൾക്കടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. ഇഷ്ടായി. നമ്മുടെ അടുത്ത് പോലില്ല, എൻ്റെ ഇല്ലത്തിൽ എൻ്റെ മുറി പോലെ മുറിക്കകത്തേക്ക് നല്ല വെട്ടവും വെളിച്ചൊക്കെ ആയിരുന്നുണ്ട്. ആൾ അവനെ ഒന്ന് തലയിരിച്ച് നോക്കി പറഞ്ഞുകൊണ്ട് വീണ്ടും പുറത്തേക്ക് തന്നെ മിഴികളൂന്നി നിന്നു. ഓഹോ, അപ്പൊ നീലിമ തമ്പുരാട്ടിയുടെ ഇല്ലത്ത് മാത്രമേ വെട്ടവും വെളിച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണോ? അവനൊരു കുസൃതി നിറഞ്ഞ ഭാവത്തോടെ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ചോദിച്ചു. അതിൽ സംശയം എന്താ? അത് സത്യമുള്ള കാര്യമില്ലേ? ഇത്രയും നാൾ ഇരുട്ട് നിറഞ്ഞൊരു കാരാഗ്രഹത്തിലിട്ട് അടച്ചിരിക്കായിരുന്നില്ല എന്നെ മോളി. ഇന്നലെയാ അതിൽ നിന്നൊരു മോചനം ഉണ്ടായത്. അവളൊരു ചിരിയോടെ അവനുള്ള മറുപടി കൊടുത്തു. അവിടെ നീ ഒറ്റക്കായിരുന്നില്ലല്ലോ, നിനക്ക് കൂട്ടായി ഞാനും ആ കാരാഗ്രഹത്തിൽ തന്നെ ഉണ്ടായിരുന്നില്ലേ? അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന കുഞ്ഞുമുടികൾ ഒതുക്കി വെച്ചു കൊടുത്തുകൊണ്ടാണ് അവന്റെ ചോദ്യം. അതെ അതെ. അവളൊരു ചിരിയോടെ അവനിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് കട്ടിലരികിലേക്ക് നടന്നു. എന്താണ്, ഞാനില്ലായിരുന്നോ? അവനവിടെ കയ്യിൽ പിടുത്തമിട്ട് തനിക്കരികിലേക്ക് വീണ്ടും വലിച്ചു ചേർത്തുകൊണ്ട് ചോദിച്ചു. ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ? അവളിൽ കുറുമ്പ് നിറഞ്ഞു. പറഞ്ഞു നോക്ക്, പിന്നെ പറയാൻ ആ ചുണ്ടവിടെ കാണില്ല. അവൻ പറയുന്നതിനൊപ്പം അവളൊരു കൈ കൊണ്ട് പൊക്കിയെടുത്ത് അല്പം ഉയരത്തിലുള്ള കട്ടിലിന്റെ കൈവരിയിലേക്ക് ഇരുത്തി. ഞാൻ വീണിട്ടു എന്തിട്ടാ? അവൾ താഴേക്ക് വീണു പോകുമോ എന്ന പേടിയിൽ അവന്റെ ഇരുതോളിലുമായി അള്ളി പിടിച്ചുകൊണ്ട് പറഞ്ഞു. വീഴട്ടെ, അവൻ പറഞ്ഞുകൊണ്ട് അവളെ പുറകിലേക്ക് തള്ളുന്ന പോലെ കാണിച്ചു. ആ ഇന്ദ്രേട്ടാ! അവൾ പേടിയോടെ അവനെ മുറുകെ പിടിച്ചു. ഇവിടുന്ന് വീണാലും കിടക്കയിലേക്കല്ലടി വീഴൂ, പിന്നെന്തിനാണ് ഈ പോത്തെ നീ കാറിക്കൂന്നേ? അവൻ ചോദിക്കുന്നതിനൊപ്പം അവളുടെ അരയിലൂടെ കൈയിട്ട് തനിക്കരികിലേക്ക് വലിച്ചു ചേർത്തു. നല്ല കാലപ്പഴക്കമുള്ള കട്ടില, എങ്ങാനും എല്ലാം തവിട് കൂടിയാലേ ആ കൂട്ടത്തിൽ ഞാനും കാണും. അവൾ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങാൻ ശ്രമിച്ചോ ഇന്ദ്രൻ അവളതിന് സമ്മതിക്കാതെ പിടിച്ചു വെച്ചു. അതേ, എന്താ ഉദ്ദേശം? അവൾ തന്റെ മുഖത്തോട് മുഖടുപ്പിച്ച് ഒട്ടി വരുന്നവരിൽ നിന്ന് തന്നെ തലവെട്ടിച്ച് മാറ്റുന്നുണ്ടെങ്കിൽ ചോദിച്ചു. ഇതുവരെ അങ്ങനെ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പൊ ഒന്ന് ഉദ്ദേശിച്ചാൽ കൊള്ളാൻ തോന്നുന്നുണ്ട്. അവൻ പറഞ്ഞതും അവളുടെ ചുണ്ടുകളൊന്ന് നാണത്താൽ വിടരുന്നതിനൊപ്പം ആ കണ്ണുകളൊരിടത്ത് തുറക്കാത്തവണ്ണം പിടഞ്ഞുകൊണ്ടിരുന്നു. എന്താ ഉദ്ദേശിക്കട്ടെ? അവനൊരു നിശ്വാസം പോലെ ചോദിച്ചു. അടഞ്ഞിടക്കുന്ന വാതിൽ തട്ടിയിട്ടത് ഒന്നിച്ചാണ്. അത് കേൾക്ക് അവൻ തന്റെ കണ്ണുകൾ നിറുക്കി അടച്ചു. ആ ഉദ്ദേശം തൽക്കാൻ അവിടെ തന്നെ ഇരുന്നോട്ടെ. അവൾ അവന്റെ കവിളിൽ തട്ടി പറഞ്ഞുകൊണ്ട് അവിടുന്ന് ചാടിയിറങ്ങി വാതിൽ ലക്ഷ്യം വെച്ച് നടന്നു. അവനൊന്ന് നിരാശയോടെ പറഞ്ഞുകൊണ്ട് ആ കട്ടിലേക്ക് ഇരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.